ഇന്നലെ വിവിധ ചാനലുകൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകളൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ വിവരമുള്ള ജനങ്ങളും മാധ്യമപ്രവർത്തകരും മറ്റ് പാർട്ടി പ്രവർത്തകരും ഒക്കെ. കവലകളിലൊക്കെ രാഷ്ട്രീയം പറയുമല്ലോ വിവിധ പാർട്ടിക്കാർ തമ്മിൽ, അതായത് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ബി ജെ പിക്കാരനും ഒക്കെ കൂടിയിരുന്ന് രാഷ്ട്രീയം പറയുമ്പോൾ അതിൽ ബി ജെ പിക്കാരൻ പറയുന്നതാണ് ശരി എന്ന തരത്തിലാണ് ഇന്നലെ വന്ന എക്സിറ്റ് പോളുകൾ കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത്. ചാനലുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അവരുടെ റേറ്റിംഗ് ഉയർത്തണം. ഭരിക്കുന്ന പാർട്ടിയെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സർവേ, അങ്ങനെയാണ് വിവരമുള്ള ആൾക്കാർ പറയുന്നത്. കേരളത്തെക്കുറിച്ച് ഉള്ള എക്സിറ്റ് പോള് നേരത്തെ ഫസ്റ്റിൽ തന്നെ വന്നത് എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരമായി. അത് ചാനൽ അടച്ചു കൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഏറ്റവും അവസാനമായിരുന്നെങ്കിൽ 10-12 മണി വരെ അവരെ ഇത് കേട്ടുകൊണ്ട് കേരളത്തിൻ്റെ എപ്പോൾ പറയുമെന്ന് പറഞ്ഞ് കാത്തിരിക്കണമായിരുന്നു. അതിൽ പറ്റിപ്പോയത് ഉത്തരേന്ത്യക്കാരാണ്. കാരണം അതൊരു ചാനലുകാർ ബുദ്ധിപൂർവ്വം കളിച്ചതാണ്. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ താമരയ്ക്ക് ഒരുപാട് സീറ്റുകൾ കിട്ടുമെന്ന് അറിയുമ്പോൾ അപ്പോൾ ഉത്തരേന്ത്യക്കാർ കാത്തിരിക്കും. കാരണം അവിടെ ഇങ്ങനെ ഒരു ബി ജെ പി താഴേക്ക് പോകുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് തെക്കേ ഇന്ത്യയിൽ നിലനിർത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് കൊടുക്കുകയും അവർ വെളുക്കെ ഇരുന്ന് എക്സിറ്റ് പോൾ കാണുകയും ചെയ്യും എന്നുള്ളതാണോ ഈ എക്സിറ്റ് പോൾ പുറത്തുവിട്ട ചാനലുകളുടെ നിലപാട് എന്നറിയില്ല. എന്തായാലും അത്തരത്തിൽ വേണം അനുമാനിക്കാൻ. ഈ സർവേ എതിർക്കുന്ന പലരും പറയുന്നത് ഇതിൽ ഡാറ്റ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ ഏജൻസികൾക്ക് കൃത്യമായ ഫലം കിട്ടിയിട്ടുണ്ട്. അത് ചാനലുകളിലേക്ക് വന്നപ്പോൾ അവർ ഭരിക്കുന്ന പാർട്ടിക്ക് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രീതി ആർജിക്കാൻ വേണ്ടി ഈ ഡാറ്റകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് ഈ സർവേ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത്. ഒരു ഏകീകരണവും ഇല്ലാത്ത രീതിയിലാണ് ഈ വിവിധ ഏജൻസികൾ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് 10-15 സീറ്റ് ഡിഫറൻറ്റ് വരെ, അല്ലെങ്കിൽ 240 മുതൽ 260 വരെ, അല്ലെങ്കിൽ 310 മുതൽ 330 വരെ, അല്ലെങ്കിൽ 290 മുതൽ 310 വരെ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ഏകീകരണ സ്വഭാവം. ഇത് വിവിധ ഏജൻസികൾ വിവിധ തരത്തിലാണ് ഈ സർവേകൾ പുറത്തുവിട്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഒന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ 12 ഏജൻസികളാണ് ഈ സർവേ നടത്തിയിട്ടുള്ളത്. ആ 12നെയും കൂടെ ഏകീകരിച്ചുകൊണ്ട് ഒരൊറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഭരിക്കുന്ന കക്ഷിയായ NDAക്ക് 340 മുതൽ 401 വരെ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. അതിൽ ഒരു ചാനൽ ഒരു സർവേയിൽ പറയുന്നു 400, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 400 കിട്ടുന്നു ഒരു സർവേയിൽ പറയുന്നു. കുറേ ചാനലുകൾ 360 വരെ പറയുന്നുണ്ട്, ചിലർ 340 പറയുന്നുണ്ട്. അതെന്തായിക്കോട്ടെ, നമുക്ക് കേരളത്തിൻ്റെ കണക്കുകളിലേക്ക് വരാം. കേരളത്തിൽ LDFന് 0 സീറ്റാണെന്ന് ഒരു സർവേയിൽ പറയുന്നുണ്ട്. അതിലൊരു ഫാക്റ്റ് ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 1 സീറ്റാണ് കിട്ടിയത്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 0 സീറ്റാണ്. മലയാളികളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ശതമാനം പ്രവചിച്ച ഒരു രീതിയാണ്. അതായത് മിക്ക സർവേകളിലും പറയുന്നത് ഈ LDFും പിന്നെ BJPയുമായിട്ടുള്ള വോട്ടിംഗ് ശതമാനം വെറും 2% മാത്രമാണ് എന്നാണ്. അത് 2% വോട്ടിന്റെ വ്യത്യാസം മാത്രമേ LDFും പിന്നെ BJPയും തമ്മിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മിക്ക സർവേകളിലും പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ ഈ BJPയുടെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് 10%-ലധികം ഉയരണം. അത് മാത്രമല്ല, ഭൂരിഭാഗം മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്ത് വരികയും വേണം. എങ്കിൽ മാത്രമേ ഈ പ്രവചനം ശരിയാകുള്ളൂ. അതാണ് എല്ലാവർക്കും കൂടുതൽ അത്ഭുതം ഉളവാക്കിയിരിക്കുന്നത്. ഈ എക്സിറ്റ് പോളുകളിൽ ശരിയായ ചരിത്രവും ഉണ്ട്, ശരിയാകാതിരുന്ന ചരിത്രവും ഉണ്ട്. പക്ഷെ ശരിയാകാതിരുന്ന ചരിത്രമാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് 2021 അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഏതാണ്ട് 10ഓളം സർവേകൾ നടന്നു, എക്സിറ്റ് പോളുകൾ നടന്നു. അതിൽ എല്ലാ സർവേകളിലും പറഞ്ഞത് 112 മുതൽ 185 സീറ്റ് വരെ പിന്നെ BJP നേടും, BJP അധികാരത്തിൽ വരുമെന്ന്. BJPക്ക് 100-ൽ താഴെ ഒരു സീറ്റും ഒരു സർവേയും പറഞ്ഞിട്ടില്ല. അതുപോലെ 100-ന് മുകളിലോട്ട് മമതയ്ക്ക് ഒരു സർവേയിലും പറഞ്ഞിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് 213 സീറ്റ് നേടി പിന്നെ മമത അവിടെ അധികാരത്തിൽ വന്നു. BJPക്ക് കിട്ടിയത് വെറും 78 സീറ്റുകൾ മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ ഒരു എക്സിറ്റ് പോൾ വളരെ കൃത്യമായി സംഭവിച്ച ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എക്സിറ്റ് പോളിൽ എനിക്ക് തോന്നുന്ന ഇന്ത്യ ടുഡേ മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അന്നൊരു സർവേയിൽ, അന്നൊരു എക്സിറ്റ് പോളിൽ പറഞ്ഞത് UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന്.
ആ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടി നമ്മുടെ AK ആന്റണിയാണ് അന്ന് മുഖ്യമന്ത്രിയായി. പക്ഷെ അതിനുശേഷം 100 സീറ്റ് അവർക്ക് തേക്കാൻ സാധിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ MA വാഹിദ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരെ സ്വതന്ത്രനായിട്ടാണ് കഴക്കൂട്ടത്ത് മത്സരിച്ചത്. അദ്ദേഹത്തെ കൂടാതെയാണ് ഈ 99 സീറ്റ് വന്നത്. പക്ഷെ അദ്ദേഹം കൂടെ കോൺഗ്രസിൽ വന്നതോടുകൂടി ആ പ്രവചന പ്രകാരം അന്ന് 2001 നടന്ന എക്സിറ്റ് പോൾ പ്രകാരം 100 സീറ്റും UDF നേടാൻ കഴിഞ്ഞു. അതാണ് കേരളത്തിൽ നടന്നിട്ടുള്ള കൃത്യമായ ഒരു എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 2024 നടന്ന എക്സിറ്റ് പോൾ നടത്തിയ ഏജൻസികൾ തന്നെയാണ്, അതിലെ ഭൂരിഭാഗവും ഏജൻസികളും ഈ 2021 പശ്ചിമ ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നടത്തിയ എക്സിറ്റ് പോൾ നടത്തിയ ടീമിനും ഉണ്ടായിരുന്നു. ഈ 2024 ഇപ്പോൾ എക്സിറ്റ് പോൾ നടത്തിയ ഏജൻസികൾ തന്നെയാണ് അവിടെ BJP അധികാരത്തിൽ വരും, മമതാ ബാനർജിക്ക് 100-ലധികം സീറ്റുകൾ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ അവിടെയുള്ള സ്വതന്ത്ര ചാനലുകളും, അതായത് പ്രാദേശിക ചാനലുകളും സോഷ്യൽ മീഡിയ അടക്കമുള്ള സ്വതന്ത്ര ഏജൻസികളും പറഞ്ഞു മമതാ ബാനർജി തന്നെയായിരിക്കും പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാവുക, BJP ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന്. അന്ന് പ്രാദേശികമായി പറഞ്ഞ ആ കാര്യങ്ങളാണ് നടന്നത്. ഈ ഏജൻസികളുടെ എല്ലാം സർവേ ഫലം വെള്ളത്തിലാവുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം കേരളത്തിൽ ഉണ്ടാവുകയും കേരളം ഒന്നടങ്ങി UDF നിന്നത് കൊണ്ടാണ് UDF ആ ഒരു മുന്നേറ്റം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും ഒക്കെ പറയുകയുണ്ടായി. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് സർവേയില് UDF കാര്യമായ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു തളർച്ച ഉണ്ടാകുമെന്ന് ഒരു സർവേയിലും പറയുന്നില്ല. LDF 2 മുതൽ 5 വരെ പറയുന്നുണ്ട്, 3 മുതൽ 5 വരെ പറയുന്നുണ്ട്, 1 സീറ്റ് എന്ന് പറയുന്നുണ്ട്. അതിൽ ABPC വോട്ടർ എന്ന് പറയുന്ന ഏജൻസി പറഞ്ഞിരിക്കുന്നത് LDF 0 സീറ്റ്, അതായത് സീറ്റ് ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ BJPക്ക് 1 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന സർവേകളുണ്ട്. 1 മുതൽ 3 വരെ ആകാമെന്ന് പറയുന്നുണ്ട്, 2 മുതൽ 3 വരെ ആകാമെന്ന് പറയുന്നുണ്ട്. അതിലൊരിടവും 0, അതായത് സീറ്റ് കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നില്ല. കേരളത്തിൽ താമര വിരിയും, 1 സീറ്റ് അറ്റ്ലീസ്റ്റ് കിട്ടും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സർവേ ഫലം പുറത്തുവിട്ട ഏജൻസികളും ആ ചാനലുകളും ഇല്ല. ഇതിനിടയിൽ കോൺഗ്രസ് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പ്രതിപക്ഷം പറയുന്നത്, ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും 295 സീറ്റ് നേടും എന്ന് തന്നെയാണ്. 4-ാം തീയതി വരെ കാത്തിരിക്കാം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ യോഗീന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത് BJP ഒരു കാരണവശാലും കേവല ഭൂരിപക്ഷം നേടില്ല. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ പറയുന്നത് BJP തൽസ്ഥിതി തുടരും, 303 മുതൽ 320 വരെ സീറ്റുകൾ ഇന്ത്യയെ നേടും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അങ്ങുമില്ല ഇങ്ങുമില്ല, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു കാര്യത്തിൽ ആകപ്പാടെ കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. തൃശ്ശൂർ സീറ്റിൽ സുരേഷ് ഗോപി തീർച്ചയായും വിജയിക്കുമെന്ന് BJP തുടക്കം മുതലേ തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് തുടക്കം മുതൽ. ഇപ്പോൾ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും BJP വിജയിക്കുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കാൻ കാരണമാകുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുകയാണെങ്കിൽ അവിടെ ആ വിജയിക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം, അല്ലെങ്കിൽ വിജയിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട സാഹചര്യം എന്തായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.